ഡൽഹി അല്ലേ ഇപ്പോൾ ട്രെൻഡിങ്. 2 ദിവസം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരുപാട് ഒരു 500ഓളം കമൻ്റ് അടിച്ചതിൽ ഒരു 350ഓളം കമൻറ്റ് വണ്ടി കച്ചവടക്കാർക്ക് എനിക്കെതിരെ. കൂട്ടക്കരച്ചിലാണല്ലോ, പൊന്നാര മോനെ കരയില് എന്ത് കരച്ചിലാണ്, കൂട്ടക്കരച്ചിൽ, വണ്ടി കച്ചവടക്കാർക്ക് നഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെ ഇവിടെ വണ്ടി വന്നാൽ അവരെ കച്ചവടം പോകും. എന്നെ സംബന്ധിച്ചോളം ഞാൻ കേരള വണ്ടി മാത്രം വിൽക്കുന്ന ആളാണ്. റീവണ്ടികളുടെ പരിപാടി ഇല്ല. ഇവിടെ നമ്പർ ആയ വണ്ടി മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഞാൻ ആ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് കേട്ട പാതി കേൾക്കാത്ത പാതി 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഓടിപ്പോയിട്ട് അവിടുന്ന് വണ്ടി കിട്ടുന്നില്ല. അവിടെ ആ റേറ്റിൽ വണ്ടി കിട്ടുന്നില്ല. വണ്ടി കിട്ടുന്നുണ്ട്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള വിലയിൽ മാന്യമായ വിലക്ക് വണ്ടി കിട്ടുന്നുണ്ട്, ഇവിടുന്ന് കിട്ടുന്നതിൽ കുറച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ആ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇന്നോവ കിട്ടുന്നില്ല. അത് കേട്ട് ഇവിടുന്ന് പോയ ആളുകൾ അവിടുന്ന് വണ്ടി കിട്ടായിട്ട് നിരന്തരം വിളിച്ച് ആ വണ്ടീൻ്റെ മാർക്കറ്റും ഏതായാലും പോകല്ലേ, വേറെ ഏതെങ്കിലും എടുത്ത് പോരാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിരന്തരം വിളിക്കുക, ഞങ്ങളങ്ങനെ കേട്ട് പോകുന്നതാണ്, പക്ഷേ വണ്ടി ഇവിടെ കിട്ടുന്നില്ല, അയാൾ നമ്മളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വിളിച്ച അടിസ്ഥാനത്തിൽ ഇനി നമ്മളറിയുന്ന ആളുകൾ അവിടെ പോയി പെടണ്ട. അപ്പോൾ പ്രത്യേകിച്ച് സുഹൃത്തുക്കളെ എങ്ങളോട് പറയാനുള്ളത്, നിലവിൽ ഡൽഹിയിലും ബോംബെയിലും എല്ലാം അങ്ങനത്തെ അതർ സ്റ്റേറ്റ് വണ്ടി വില കുറച്ച് കിട്ടുന്നുണ്ട്. ഡൽഹിയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് 15 കൊല്ലം 10 വർഷം പഴക്കമുള്ള വണ്ടികൾ വില കുറച്ച് കിട്ടുന്നുണ്ട്. അതൊരു വർഷം ഒക്കെ ആകുമ്പോഴത്തേന് ആൾക്കാർ വിൽക്കലുണ്ട്. കാരണം ഒരു 10 വർഷം ആകുമ്പോഴത്തേന് 9 വർഷം ആകുമ്പോൾ ആളുകൾ വിൽക്കുക. ആ വണ്ടികൾ ഈ പറഞ്ഞ 4 ലക്ഷത്തിന് 3 ലക്ഷത്തിനൊന്നും കിട്ടുന്നില്ല. മെയിനായിട്ട് ഞാൻ ഈ റീവണ്ടി കച്ചവടം ചെയ്യാറില്ല. അതിന് പ്രത്യേക കാരണമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ 2014 ഒരു വണ്ടി എടുത്തിട്ട് ഒരു 3-3.5 ലക്ഷം റുപ്യ എന്നെ സംബന്ധിച്ചിടത്തോളം പോയിട്ടുണ്ട്. NOC ആയിട്ട് വന്ന വണ്ടിക്ക് ഞാനൊരു ജസ്റ്റ് ചേസ് നമ്പറിൻ്റെ അക്കം നോക്കാൻ ശ്രദ്ധിക്കാൻ വിട്ട കാരണത്താൽ വയനാട് RTOയിലേക്ക് NOC എടുത്ത വണ്ടി വയനാട് RTO എനിക്ക് നമ്പറാക്കി തന്നില്ല. ആ വിഷയത്തിൽ ഒരു 3-3.5 ലക്ഷത്തോളം റുപ്യ എനിക്ക് പോയ ആളാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ അറിയുന്ന ഒരുപാട് പേരുടെ പൈസ വണ്ടി ഇവിടുന്ന് റിട്ടേൺ പോയിട്ടുണ്ട്. പോലീസുകാർ, ഡൽഹി പോലീസ് ഒന്ന് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, മുംബൈ പോലീസ് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ കള്ള വണ്ടികൾ കിട്ടിയ ഒരുപാട്, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു 4-5 മഹീന്ദ്ര ബോലെറോ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു 10% പ്രശ്നങ്ങൾ എന്തായാലും കാണണം. അതുപോലെ നമ്മൾ അറിയുന്ന അടുത്ത സുഹൃത്തിൻ്റെ വണ്ടി, അതായത് ഡൽഹിയിൽ വെച്ച് വണ്ടി വാങ്ങി പേപ്പറൊക്കെ ഫിറ്റാക്കി എല്ലാം ക്ലിയർ ആയ വണ്ടി നാളെ ഇനി നാട്ടിലേക്ക് തിരിക്കാമെന്ന് വെച്ച് റൂം എടുത്ത് ആ റൂമിൻ്റെ ബേക്കിൽ നിന്ന് വണ്ടി കള്ളന്മാർ കൊണ്ടുപോയി. അതുപോലെ തന്നെ അതും ഒരു വിഷയം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു Audi A4 നമ്മൾ വാങ്ങിയതിന് ശേഷം Audi A4 ലോണൊക്കെ തീർത്ത് NOC നമ്മളെ കൈമ കിട്ടിയ ആ NOC എടുത്ത് ഇവിടെ വന്ന് നമ്പറാക്കുന്ന ഒരു മാസത്തിൻ്റെ ഒരു പീരീഡിൻ്റെ ഇടയിൽ അയാൾ, അതായത് ആ വണ്ടിൻ്റെ ഓണർ, ആ ലോൺ ക്ലോസ് ചെയ്ത ആൾക്ക് വീണ്ടും ബാങ്ക് ലോൺ കൊടുത്തു. അതേ വണ്ടിൻ്റെ RC ഒന്നും വെക്കാതെ, അതായത് ബാങ്കായിട്ട് അത്രയും ടൈപ്പുള്ള ആളായതുകൊണ്ട് ആവാം. എന്നിട്ട് വീണ്ടും ആ ലോൺ വീണ്ടും ക്ലോസ് ചെയ്യാതെ NOC വീണ്ടും കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്ന പ്രശ്നങ്ങൾ വരെ 10% വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വില കുറച്ച് കിട്ടുന്നതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് വണ്ടി എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കും ചെയ്യാൻ, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഡൽഹിയിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഒരു ഇൻഫർമേഷൻ കൂടി പങ്കുവെക്കാന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഡൽഹി വണ്ടി ഇനി വില കുറഞ്ഞാലും വില കുറഞ്ഞില്ല ഒന്നും എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല. ഞാൻ അറിയുന്ന ആളുകൾ ഡൽഹി പോയിട്ട്